അടുക്കള കാണാൻ പോയാലോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തോ വലിയ അടുക്കള ഉണ്ടെന്ന്. വരൂ, ഞങ്ങളുടെ അടുക്കള കാണിച്ചു തരാം. കമോൺ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരേണ്ട സ്ഥലം കേട്ടോ. ഈ വീഡിയോ പരമാവധി നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അയക്കണം. കാരണം ഇവിടെ അടുക്കള ഇല്ല. നമുക്കിതാ ഇവിടെയാണ് അടുക്കള കെട്ടിയെടുക്കേണ്ടത്. ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു കിച്ചൺ സ്പേസും ഉണ്ട്. അത് കിച്ചൺ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പണി ചെയ്യണം. അതിനുള്ള സ്ഥലമുണ്ട്. അതിൽ വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു കിച്ചൺ കമ്പനി അല്ലെ കിച്ചണൊക്കെ ഈ പറഞ്ഞതുപോലെ കൊണ്ടുവന്നിടുന്ന എവിടെ പോയി പിന്നെ കിച്ചണൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരസ്യം നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ 1-2 ടീമുകൾ ചേർന്നിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും നമ്മുടെ അടുക്കള ഏറെക്കുറെ ഒരു 60-70 മനുഷ്യർക്ക് എല്ലാ ദിവസവും ഭക്ഷണം 60-70 പേർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നിടത്ത് വിശാലമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡൈനിങ് ടേബിളൊക്കെ കൂടി സെറ്റ് ചെയ്താൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൽ നടക്കും. ഒപ്പം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ വരുമല്ലോ, നിങ്ങളൊക്കെ വന്ന് ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം പറയാറുണ്ട്. എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ആഗ്രഹത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വലിയ സ്പേസ് നമുക്ക് റെന്റിന് എടുക്കാതെ നമ്മുടെ സ്വന്തം ഇടത്തുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു കൊച്ചു സ്റ്റേജ് പണിയാം. ഒരു ചെറിയ സ്റ്റേജ് ഇവിടെ വരും. ഈ സ്റ്റേജിൽ നിങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റേ കേക്ക് മുറിക്കാനും ഒക്കെ പറഞ്ഞ പോലെ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കുള്ളിടത്തത് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഫ്ലോറിൽ ഒരു കിച്ചൺ പണിയാൻ നിങ്ങൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ കമ്പനികളോ അതല്ലെങ്കിൽ അത് നടത്തുന്ന ടീമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇതിന്റെ താഴെ കമന്റ് ഇട്ടാല് ഞങ്ങളുടെ ഇവിടുത്തെ സനാഥാലയത്തിന്റെ സ്വന്തം ഇടത്തിലെ ബ്യൂട്ടിഫുൾ കിച്ചൺ എത്രയും വേഗം നമുക്ക് പടുത്തുയർത്താം. ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നേരിട്ട് വരുന്നത് കേട്ടോ. ഇന്നും ഇപ്പോൾ ഒരു 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു തരണം, നമുക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഇത് തന്നാലോ. കാരണം സോഷ്യൽ മീഡിയയിൽ അവര് കമന്റ് ഇടില്ല, അവർക്ക് നേരിട്ട് വന്ന് കാണുന്നതാണ് ഇഷ്ടം. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ ചെടിക്കട മുതൽ ഒരു വലിയ ടൈല് കമ്പനി വരെ എന്ത് സംഗതി ആയാലും ഇനി എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് മെറ്റീരിയലായിട്ട് കൊണ്ടുവന്ന് തന്നാൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമ്മളിത് പുറത്തുനിന്ന് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ 27 വർഷമായി ഈ വീട് വെച്ചിട്ട്. അപ്പോൾ അത്രയും വർഷത്തെ പ്രശ്നം ഈ വീടിനുണ്ട്. അതായത് അത്രയും പഴക്കമുണ്ട്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനിയും മുന്നോട്ട് ഒരുപാട് വർഷങ്ങൾ പോണം. അത് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ചെയ്തു വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ ഒരുപാട് മക്കൾക്ക് പ്രയോജനം ചെയ്യണം. അതാണ് ഉദ്ദേശം. അതാണ്. അപ്പൊ നിങ്ങളൊരു കിച്ചനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾക്കൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കൂ. അവരുടെ പരസ്യം നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ അടുക്കള പാത്രങ്ങൾ, അത് നിങ്ങൾ എന്തായാലും പാലുകാച്ചിന് വരുമ്പോൾ നിങ്ങളൊക്കെ കൂടി മേടിച്ചുകൊണ്ട് വരുമല്ലോ. എന്തായാലും എന്ത് വേണമെന്നൊന്നും ചോദിച്ചേക്കണേ. ഒരുപാട് കുക്കറുകളും ഒരുപാട് പ്ലേറ്റുകളും അടങ്ങി വയ്ക്കാൻ സ്ഥലം വേണ്ടേ? അതാണ്. അപ്പൊ ഈ പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതുപോലെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചെയ്യാം. പക്ഷെ ഒരു കിച്ചൺ, ഇത്രയും പേർക്ക് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കിച്ചൺ ചെയ്യാൻ നമുക്കൊരു ഇച്ചിരി പ്രയാസമുണ്ടാവും. അത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തെത്തിക്കണേ.